ഹായ് ഡിയേഴ്സ്, ദേ നമ്മൾ ഇപ്പോൾ പൂജ വെക്കേഷൻ ആകുന്നതിൻ്റെ ഒരു ആലോചനയിലൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏകദേശമൊക്കെ ആ സ്ട്രീമിലോട്ട് മെജോറിറ്റി കുട്ടികളും വന്നിട്ടുണ്ട്. ആ സ്ട്രീമിലോട്ടെന്ന് ഞാൻ പറയുമ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടതെന്നും ഒക്കെ ഒന്ന് മനസ്സിലാക്കി വരുന്നു. ഓൾമോസ്റ്റ് കുട്ടികളും ആ പാത്ത് വേയിൽ കൃത്യമായിട്ട് തന്നെ എത്തിച്ചേർന്നിട്ടുമുണ്ട്. പക്ഷേ കുറച്ച് പേരെങ്കിലും എത്തിച്ചേർന്നെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് താഴെ പോകുന്നു, ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് ഫ്ലക്ച്വേറ്റ് ചെയ്ത് ആ വേയിൽ നിന്നൊക്കെ ഒന്ന് തെന്നി മാറുന്നതായിട്ട് പറയുന്നു. അപ്പോൾ ചില കുഞ്ഞു കുഞ്ഞു കറക്ഷൻസ് നമ്മൾ വരുത്തിയാൽ ഒരുപക്ഷെ അതും കൂടിയൊക്കെ ഓവർകം ചെയ്ത് നമുക്ക് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്, നമ്മളിപ്പോൾ ക്ലാസ്സിലാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 2.5 hours നമ്മൾ ഇരിക്കുവാണ്. നമുക്കവിടെ വലുതായിട്ടൊന്നും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ വേറൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ഇരിപ്പ്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു അധ്യാപകനെ കേൾക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത നമുക്കുണ്ട്. അത് തള്ളിക്കളയുന്നില്ല തന്നെ. അപ്പോൾ ഏറ്റവും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അധ്യാപകനെ നന്നായിട്ട് ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് കേട്ടിരിക്കുക, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദി ക്ലാസ് നമ്മൾ അത് തന്നെ കേൾക്കുക എന്ന് പറയുന്നതൊക്കെ എത്രമാത്രം പ്രാക്ടിക്കലി പോസിബിൾ ആണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇൻ ബിറ്റ്വീൻ അധ്യാപകൻ പറയുന്നതോടൊപ്പം തന്നെ ഒന്ന് കൂടെ പറയാൻ ശ്രമിക്കുക. പറയുന്ന കാര്യങ്ങൾ ഒന്ന് എഴുതി വെക്കുക. എഴുതി വെക്കുന്നത് ഒന്ന് അധ്യാപകൻ ചിലപ്പോൾ എഴുതി വെക്കാൻ പറഞ്ഞില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം നിങ്ങളൊന്ന് എഴുതി വെക്കുക. ആൻഡ് അറ്റ് ദി സെയിം ടൈം നമ്മൾ ഈ എഴുതുന്നതൊക്കെ ഒരു നിമിഷം നമുക്ക് തീരെ പറ്റുന്നില്ല, നമ്മൾ നന്നായിട്ട് ഒരു എനർജി ലോസ് വരുന്നു, നമുക്ക് ഒട്ടും തന്നെ ആ ക്ലാസ്സിലോട്ട് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ ചെറുതായിട്ടൊരു മൈൽഡ് എക്സസൈസ് എന്ന് പറയുമ്പോൾ ക്ലാസ്സിനകത്ത് നമുക്ക് എണീറ്റ് ഓടാനോ വേറൊന്നും ചെയ്യാനോ ഒന്നും പറ്റില്ല. പക്ഷേ എങ്കിൽ കൂടി കൈയൊക്കെ ഒന്ന് നമുക്ക് സ്ട്രെച്ച് ഔട്ട് ചെയ്യുക, കൈയൊക്കെ ഒന്ന് നിവർത്തുക. നിങ്ങളുടെ കാൽമുട്ടിന് താഴെയുള്ള ഭാഗം ബെഞ്ചിനടിയിലാണ്, അവിടെ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഒന്ന് കാലനക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എപ്പോഴും നമുക്ക് ബ്രെയിനിലേക്ക് ഒരു ആക്റ്റീവ് സപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാം. കാരണം നമ്മൾ ഈ കാണിക്കുന്ന ഒരു ഫിസിക്കൽ വർക്ക് അല്ലെങ്കിൽ എത്രത്തോളം നമ്മുടെ ബോഡി അനങ്ങുന്നോ അതിനനുസരിച്ച് സപ്ലൈ കൂടുകയും ബ്രെയിനിലേക്കും അത് നിങ്ങൾക്ക് കൂടുതലൊരു ഓക്സിജൻ സപ്ലൈ തരികയും ചെയ്യും. അപ്പം നമുക്ക് കുറച്ച് ആക്റ്റീവായിട്ടിരിക്കാൻ നമ്മൾ തന്നെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പോസ്ചർ. എല്ലാ കുട്ടികളും അല്ല കേട്ടോ, ചില കുട്ടികളെങ്കിലും ക്ലാസ്സിൽ നമുക്ക് പ്രത്യേകിച്ചും ഈ ഉച്ച കഴിഞ്ഞൊക്കെ കയറുമ്പോൾ അവരിങ്ങനെ പുറകിലത്തെ ഡെസ്കിൽ നന്നായിട്ട് ചാരി വളരെ ഒരു കംഫർട്ടബിൾ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഈസി ചെയറിൽ കിടക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു സോഫയിൽ കിടക്കുന്ന പോലെ കാലൊക്കെ ഒന്ന് നന്നായിട്ട് താഴ്ത്തി വെച്ച് ഇങ്ങനെ ഒന്ന് ചാരി ഇരിക്കുന്നത് കാണാം. നോക്കൂ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് ഭയങ്കരമായിട്ടൊരു കംഫർട്ട് കൊടുക്കുകയാണ്. ഉറങ്ങാനുള്ള കംഫർട്ടാണത്. അപ്പോൾ നോർമലി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വരുമ്പോൾ നമുക്ക് ഉറങ്ങാനുള്ളൊരു ടെൻഡൻസിയൊക്കെ വരും. അതിൻ്റെ കൂടെ നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റത്തിനെയും കൂടെ ഒരു ഈസി പൊസിഷനിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യരുത്. പ്രത്യേകിച്ചും അങ്ങനെ തോന്നുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ത്രൂ ഔട്ട് ദി ക്ലാസ് നമുക്ക് ഇങ്ങനെ തന്നെ പൊസിഷൻ കീപ്പ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും പ്രത്യേകിച്ചും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഈ പറയുന്ന പോലെ ഉച്ച കഴിഞ്ഞൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബെൻഡിങ് പൊസിഷൻ, അത് ബാക്കിലോട്ട് നമ്മുടെ ഷോൾഡർ പോയി അടുത്ത ഡെസ്കിൽ, അതായത് ബാക്ക് ഡെസ്കിലേക്ക് ചാരി ഇരിക്കുന്ന ഒരു പ്രവണത എപ്പോഴും നമ്മൾ കാണും. അതൊരു പക്ഷേ നിങ്ങൾക്ക് തന്നെ ഈ ഒരു നടുവിന് അല്ലെങ്കിൽ കുറേ നേരം ഇരിക്കുമ്പോൾ നമുക്ക് വേദനയൊക്കെ വരുമല്ലോ. അങ്ങനെ ചാരി ഇരിക്കേണ്ട എന്നല്ല, പക്ഷേ ആ ചാരലിനപ്പുറം സിസ്റ്റത്തിന് ഒരുപാട് കംഫർട്ട് കൊടുക്കരുത്. നമ്മളങ്ങനെ ആ കൊടുക്കുന്ന കംഫർട്ട് സിസ്റ്റത്തിന് പെട്ടെന്ന് ഉറങ്ങാൻ തോന്നും. അപ്പം നമുക്ക് അതൊന്ന് മാറ്റി നമുക്ക് ആക്റ്റീവായിട്ട് ഇരിക്കണം എന്ന് നമ്മളാണ് ആദ്യം ചിന്തിക്കേണ്ടത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ അപ്രോച്ചാണ് ഓരോ ക്ലാസ്സിലും നിങ്ങളുടെ ഉറക്കം, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. പലരും ഒന്ന് പറയാറുണ്ട്, എനിക്ക് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല എന്ന്. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, അതിനുള്ള കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ആദ്യം വിചാരിക്കേണ്ട കാര്യം, എന്തൊക്കെ ചെയ്താലും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തേ പറ്റൂ, ഇതിൽ നിന്ന് ഈ ക്ലാസ്സിൽ നിന്ന് എനിക്ക് എന്താണോ വേണ്ടത് അത് ഞാൻ എടുത്തിരിക്കും എന്നൊരു തീരുമാനത്തിൽ വേണം നിങ്ങൾ ആ ക്ലാസ്സിലേക്ക് കയറാൻ. അങ്ങനെ തീരുമാനത്തിലൂടെയാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് വീക്കായിട്ട് തോന്നുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു അനക്കം, ഒരു ബോഡി മൂവ്മെൻറ്റ് കൈക്കും കാലിനുമെങ്കിലും കൊടുക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഷോൾഡറിനും കണ്ണുകൾക്കും ഒക്കെ ഒരു മൂവ്മെൻറ്റ്, ചെറിയ ചെറിയ മൂവ്മെൻറ്റുകൾ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും കൊടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ പൊസിഷനിലുള്ള ചേഞ്ചുകൾ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കുന്ന രീതിയിലേക്കൊന്നും മാറാതെ ഇരുന്നാൽ ഒരു പരിധിവരെ നമുക്ക് ക്ലാസ്സിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റും. ഈ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴാണെങ്കിലോ അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ത്രൂ ഔട്ട് ദ അവർ നമ്മളിപ്പോൾ 2 hours കണ്ടിന്യൂസ് പഠിക്കുകയാണെങ്കിൽ ഈ 2 മണിക്കൂറും ഒരു ടേബിളിൽ ഇരുന്ന് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാതെ ഒരു 45 മിനിറ്റ് നിങ്ങൾ ഇരുന്ന് പഠിച്ചോ. അത് കഴിയുമ്പോൾ കുറച്ചൊന്ന് നടക്ക്, ശരീരമൊക്കെ ഒന്ന് അനങ്ങട്ടെ. നോർമലി നമുക്കൊരു ഫിസിക്കൽ വർക്ക് ഇവിടെ കുറവാണ്. ഫിസിക്കൽ വർക്ക് കുറവെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു എക്സസൈസും കാര്യങ്ങളും ഒന്നും ഇല്ല. നിങ്ങൾ നമ്മുടെ ബസ്സിലോ അല്ലെങ്കിൽ വളരെ അടുത്തുള്ള ഹോസ്റ്റലുകളാണെങ്കിൽ ജസ്റ്റ് ഒരു 2-3 ചൂട് വെച്ചിട്ടാണ് നടന്നു വരുന്നത്. അല്ലാതെ നമുക്ക് വലിയൊരു സ്ട്രെനുവസ് ആയിട്ടുള്ള എക്സസൈസ് ഒന്നും ഇല്ല. അത്രയും സ്ട്രെയിൻ എടുത്ത് എക്സസൈസ് ഒന്നും ചെയ്യണ്ട. പക്ഷേ എങ്കിലും നമ്മുടെ ബോഡി നമ്മൾ എപ്പോഴും തന്നെ ആക്റ്റീവായിട്ട് കീപ്പ് ചെയ്യണം. അങ്ങനെ ആക്റ്റീവായിട്ട് കീപ്പ് ചെയ്യാൻ ദിവസം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ബോഡി അനങ്ങുന്ന എക്സസൈസുകൾ നിങ്ങളുടെ റൂമിൽ ചെയ്യുക. അത് ഏത് ഹോസ്റ്റലായാലും എങ്ങനെ ആയാലും ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമെങ്കിൽ ആ ഹോസ്റ്റലിനുള്ളിൽ തന്നെ അത്യാവശ്യം നേച്ചറുമായിട്ടൊക്കെ ചേർന്നിരിക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ പഠിച്ചു കഴിയുമ്പോൾ ബ്രെയിനിനൊരു റെസ്റ്റ് കൊടുക്കുക. നേച്ചറാണ് ബ്രെയിനിന് ഏറ്റവും നല്ല കംഫർട്ട് അല്ലെങ്കിൽ ഒരു കാം ഫീലിംഗ് കൊടുക്കുന്ന ആള്. നിങ്ങളുടെ ഹോസ്റ്റലിലൊക്കെ അങ്ങനെ സ്ഥലമുള്ളവരാണ്, ഇറങ്ങി നിൽക്കാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കുറച്ച് നേരമൊക്കെ ഒന്ന് ഇറങ്ങി നിൽക്കുക. ഇനി അതും പറ്റുന്നില്ലെങ്കിൽ അത്യാവശ്യം നിങ്ങളുടെ കൊറിഡോറിലൂടെയോ സ്റ്റഡി ഹാളിലൂടെയോ എന്തിനും നിങ്ങളുടെ റൂമിലെങ്കിലും നിങ്ങൾ കുറച്ച് നേരം ഒന്ന് നടക്കുകയോ ഒരു എക്സസൈസ് ചെയ്യുകയോ ഡാൻസ് അറിയാമെന്നുള്ളവരാണെങ്കിൽ അതൊന്ന് ചെയ്യുകയോ. എപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുക. ഒരു സ്ഥലത്ത് തന്നെ ചതഞ്ഞു കൂടി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടും അതൊരു നല്ല ഹാബിറ്റ് അല്ല. ഇപ്പോൾ പൂജ ഹോളിഡേയ്സ് വരികയാണ്, അടുപ്പിച്ച് നമുക്കൊരു 3 ദിവസം കിട്ടുകയാണ്. അപ്പോൾ നമ്മുടെ പലരുടെയും ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ പൂജ വയ്ക്കുകയാണ്, അപ്പോൾ പഠിക്കേണ്ട എന്നുള്ളതാണ് അല്ലേ. നമുക്ക് പൂജ വയ്ക്കാം, പഠിക്കാം, ദേവി എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസമെങ്കിലും പുസ്തകം തുറക്കാതെയൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം രാത്രി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ പുസ്തകം എടുക്കാം. ദേവി അമ്മയ്ക്ക് മനസ്സിലായിക്കോളും. അതോടൊപ്പം തന്നെ ആ സമയത്ത് നമുക്ക് റിവൈസ് ചെയ്ത് നോക്കാം. റിവൈസ് ചെയ്ത് നോക്കാം എന്ന് പറയുമ്പോൾ അവിടെയും ഒരു കാര്യം കേട്ടോ, കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ ഒരു 5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുന്നുണ്ട്, പക്ഷേ ഓർമ്മയിൽ നിൽക്കുന്നില്ല. അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, നിങ്ങൾ ആദ്യം ഒരു പാരഗ്രാഫ് വായിക്കൂ. ഒറ്റ പാരഗ്രാഫ് വായിച്ചാൽ മതി. ഈ പാരഗ്രാഫ് നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്ക്, ഞാൻ എന്താ വായിച്ചത്. അപ്പോൾ 2ാമത്തെ പ്രാവശ്യം വായിക്കണ്ട, ഒറ്റ പ്രാവശ്യം നന്നായിട്ട് വായിച്ചിട്ട് ഞാൻ എന്താ വായിച്ചതെന്നൊന്ന് ബ്രെയിനിനോട് ചോദിക്കുക. എന്നിട്ടൊന്ന് തിങ്ക് ചെയ്ത് നോക്കുക. റീഡിങ്ങിനേക്കാളും എത്രയോ നല്ലതാണ് തിങ്കിങ്. അപ്പോൾ 2ാമത്തെ പ്രാവശ്യം നിങ്ങൾ തിങ്ക് ചെയ്തപ്പോൾ ഞാൻ വായിച്ചത് എനിക്ക് മനസ്സിലായി, ഓക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അതൊന്നുകൂടി വായിച്ച് ആ പാരഗ്രാഫ് റീതിങ്ക് ചെയ്ത് ബ്രെയിനിനെ കൊണ്ടത് പറയിപ്പിച്ചിട്ടേ അടുത്ത പാരഗ്രാഫ് വായിക്കാവൂ. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് 1-2 മണിക്കൂറുകൾ അല്ലെങ്കിൽ 5-6 പ്രാവശ്യം NCERT വായിച്ചു എന്ന് പറയുന്നിടത്ത് ഒരു കാര്യവുമില്ല. എങ്ങനെ വായിക്കുന്നു എന്നുള്ളതാണ്, എത്ര സമയം വായിക്കുന്നു എന്നുള്ളതല്ല. അപ്പോൾ ഇപ്പോൾ ഉള്ള ഹോളിഡേയ്സ് ഒക്കെ വരുന്ന സമയത്ത് പെൻഡിങ്ങുകൾ തീർക്കാനായിട്ട് മാക്സിമം നോക്കുക. കുറേ പേർക്ക് ബാക്ക്ലോഗ്സ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ആ ബാക്ക്ലോഗ്സ് ഉള്ള ചാപ്റ്റേഴ്സിനെല്ലാം കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു പ്ലാൻ വെച്ച് ഈ ഒരു സമയത്ത് തന്നെ ആ ബാക്ക്ലോഗ്സ് ഒക്കെ ഒന്ന് തീർത്തെടുക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. ബാക്ക്ലോഗ്സ് തീർക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആവും, കംഫർട്ടബിൾ ആവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് അടുത്ത പരീക്ഷയ്ക്ക് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. സോ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കുക, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ ക്ലാസ്സിൽ എത്രത്തോളം ശ്രദ്ധിക്കണമെന്ന് തീരുമാനിക്കുന്നത്. സോ ബി ഹാപ്പി ആൻഡ് റിലാക്സ്ഡ്. വി ഓൾ ആർ വിത്ത് യു. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.